നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന, ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഋതു അന്താരാഷ്ട്ര പരിസ്ഥിതി ചലച്ചിത്രമേള പ്രശസ്ത നർത്തകിയും ഡോക്യുമെന്ററി സംവിധായികയുമായ ഡോക്ടർ മേതിൽ ദേവിക ഉദ്ഘാടനം ചെയ്തു. മാസ് തിയേറ്ററിൽ നടന്ന ഉദ്ഘാടന സെഷനിൽ ഡോക്ടർ മേതിൽ ദേവികയുടെ കാവട്ടം, ഹാർട്ട് സൂത്ര എന്നീ ഡോക്യുമെന്ററികൾ ഉദ്ഘാടന ചിത്രങ്ങളായി പ്രദർശിപ്പിച്ചു. തുടർന്ന് ചിത്രങ്ങളുടെ സൃഷ്ടി പശ്ചാത്തലവും പരിസ്ഥിതി, സംസ്കാരം, കല എന്നിവയുമായുള്ള ബന്ധവും പങ്കുവച്ച് അവർ പ്രേക്ഷകരുമായി സംവദിച്ചു. തുടർന്ന് പ്രശസ്ത കൂടിയാട്ടം കലാകാരൻ വേണുജി ഡോക്ടർ മേതിൽ ദേവികയെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഡോക്ടർ മേതിൽ ദേവിക ഋതു അന്താരാഷ്ട്ര പരിസ്ഥിതി ചലച്ചിത്രമേള ഉദ്ഘാടനം ചെയ്തു. സെന്റ് ജോസഫ് കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ ഡോക്ടർ ബ്ലസ്സി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ തൃശൂർ ചലച്ചിത്ര കേന്ദ്രം പ്രസിഡന്റ് ചെറിയാൻ ജോസഫ്, ഇരിങ്ങാലക്കുട ഫിലിം സൊസൈറ്റി ചെയർമാൻ PK ഭരതൻ മാസ്റ്റർ എന്നിവർ ആശംസകൾ നേർന്നു. ജനറൽ കൺവീനർ ക്യാപ്റ്റൻ ലിറ്റി ചാക്കോ സ്വാഗതവും ഋതു സ്റ്റുഡന്റ് കോർഡിനേറ്റർ റേച്ചൽ റോസ് നന്ദിയും പറഞ്ഞു. ഒരുപക്ഷെ കലയ്ക്ക് ആരെങ്കിലും ഒരു കോപ്പിറൈറ്റ് ഇൻഫ്രിഞ്ച്മെൻറ്റ് കൊടുക്കണമെങ്കിൽ അത് ആദ്യം നേച്ചറായിരിക്കണം നമ്മൾ ആർട്ടിസ്റ്റിന് തരുന്നത്. ബിക്കോസ് അതിൽ നമുക്ക് എല്ലാ പ്രചോദനവും കിട്ടുന്നത്. ബേസിക്കലി ആർട്ട് അല്ലെങ്കിൽ ഇസ് എ കോപ്പി ഓഫ് ദി കോപ്പി ഓഫ് ദി കോപ്പി ഓഫ് ദി കോപ്പി ഇഫ് യു സീ ഇറ്റ്. അല്ല, നേച്ചർ ഇസ് ദി ഒറിജിനൽ ഓണർ. ആൻഡ് ഈ നേച്ചറുമായി ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുന്നത് കുട്ടികളാണ്. എന്നുവെച്ചാൽ നമ്മൾ കുട്ടികളെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അവർക്ക് ഏതെങ്കിലും ഒരു ഐഡിയോളജി വരുന്നുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ലൈഫ് എക്സ്പീരിയൻസ് കടന്നു വരുന്ന മുമ്പോ അവർക്ക് പെട്ടെന്നുണ്ടാവുന്ന, ഈവൻ എറ്റിക്കറ്റ് പോലും കടന്നു വരുന്ന മുമ്പ് അവർക്ക് പെട്ടെന്നുണ്ടാവുന്ന ഒരു റെസ്പോൺസ് സിസ്റ്റം ഇസ് വെരി സിമിലർ ടു ദി എൻവയൺമെൻറ്റ്. ഏറ്റവും കൂടുതൽ എൻവയൺമെൻറ്റായി ബന്ധപ്പെടുന്നത് കുട്ടികൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ പ്രായമാകും തോറും പിന്നെ നമ്മൾ ഓഫീസിൽ ബന്ധപ്പെടുന്നു, നമ്മൾ പഠനമുള്ളപ്പോൾ നമ്മൾ ഓൺ യുവർ ടേബിൾ, പിന്നെ ഇന്നത്തെ കാലത്ത് ഓൺ യുവർ മൊബൈൽ. സോ വി ഹാവ് ടു ആക്ച്വലി കം ഔട്ട് ഓഫ് ദാറ്റ് ആൻഡ് ഒബ്സർവ് ദി എൻവയൺമെൻറ്റ്. ഈ ഒരു റിലേഷൻഷിപ്പ് കുട്ടികളും നേച്ചറും ഉള്ളതുകൊണ്ട് തന്നെയാണ് നമ്മളിതിനെ രണ്ടിനെയും ഡീസ്റ്റെബിലൈസ് ചെയ്ത് നോക്കിയാൽ വിവരം അറിയും. ഇരിങ്ങാലക്കുട ലിസു കോൺവെന്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നിന്നും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് MLA എഡ്യൂക്കേഷണൽ എക്സലൻസ് അവാർഡുകൾ സമ്മാനിച്ചു. സ്കൂൾ അങ്കണത്തിൽ ചേർന്ന അനുമോദന സമ്മേളനം അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ MLA ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ലിസു കോൺവെന്റ് മദർ സുപ്പീരിയർ സിസ്റ്റർ ടെസ്ലിൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വാർഡ് കൗൺസിലർ സുരഭി KR, PTA പ്രസിഡന്റ് സുനീഷ് ആന്റണി, വിദ്യാർത്ഥി പ്രതിനിധി ബ്ലസ്സിൻ PJ, പൂർവ്വ വിദ്യാർത്ഥിനി അയലിൻ മാർഗരറ്റ് എന്നിവർ പങ്കെടുത്തു. ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ജീന സ്വാഗതവും സ്റ്റാഫ് പ്രതിനിധി ബിന്ദു KR നന്ദിയും പറഞ്ഞു.
നമ്മുടെ അഡ്മിഷൻസ് പറഞ്ഞ ഓരോ കാര്യങ്ങളും ഈ പെർഫോമൻസും ഈ റിസൾട്ടും ഒക്കെ കാണുമ്പോൾ, കുട്ടിയുടെ എല്ലാ ഡിസിപ്ലിനും കാണുമ്പോൾ ചോദിച്ചത് മുഴുവൻ കൊടുക്കാനുള്ള ആഗ്രഹമാണ്. കൈയടി സന്തോഷത്തിലെയാണ് ഞാൻ ഉൾക്കൊള്ളുന്നു. പക്ഷെ എൻ്റെ പരിമിതി കൂടി നിങ്ങൾ മനസ്സിലാക്കണം എന്നാണ് ഞാൻ രണ്ടാമത്തെ വാക്ക്. പക്ഷേ ചില നിബന്ധനകൾ നമുക്ക് ഉണ്ട് എന്നുള്ളതാണ്. അൺഎയ്ഡഡ് വിദ്യാലയത്തിന് MLA ഫണ്ട് ഉപയോഗിക്കുന്നതിന് നിലവിൽ ചില വിലക്കുകളൊക്കെ ഉണ്ട്, ചില നിബന്ധനകളുണ്ട്. ഞാൻ അതൊക്കെ കഴിവിൻ്റെ പരമാവധി നോക്കാൻ ശ്രമിക്കാം സിസ്റ്ററെ. എന്തായാലും എൻ്റെ മനസ്സ് ഇതൊക്കെ ചെയ്യണം എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് മറ്റു തരത്തിലുള്ള പ്രതിബന്ധങ്ങളില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയും മുഴുവൻ ചെയ്തില്ലെങ്കിലും എൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ തീർച്ചയായും പരിശ്രമിക്കുന്നതാണ് എന്ന് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കാം. നമ്മുടെ വിദ്യാലയം എല്ലാ കുട്ടികളെയും വിജയിപ്പിച്ച വിദ്യാലയമാണ്. അതാണ് ഇവിടെ ഏറ്റവും വലിയ സവിശേഷത. 100-ൽ 100% നിങ്ങൾ വിജയം കൈവരിച്ചിരിക്കുകയാണ്. ഒരു കുട്ടി പോലും തോൽക്കാതെ എല്ലാ കുട്ടികളെയും വിജയിപ്പിച്ച ഒരു മഹത്തര വിദ്യാലയമാണ്. ഇനി ഫുൾ A+ കൂടി നമുക്ക് വാങ്ങാൻ എടുക്കാൻ കഴിയണം. അത് തീർച്ചയായിട്ടും അടുത്ത വർഷത്തെ കുട്ടികളെ ഞാൻ ഏൽപ്പിക്കാം. അടുത്ത വർഷം Angelina PJ, Ashnita Sunil, Dilsha Prakashan, Kaniha PC, Abel Rindo, Alan Joju, Alan Tojo, Elliot Sabu. ഇരിങ്ങാലക്കുട ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ കിച്ചൺ കിറ്റ് വിതരണം ചെയ്തു. മാടായിക്കോണം AKG സ്മാരക അംഗൻവാടിയിൽ നടന്ന ചടങ്ങിൽ ലയൺസ് ക്ലബ് പ്രസിഡന്റ് ഗോപിനാഥ് ടി മേനോൻ മുഖ്യാതിഥിയായിരുന്നു. വാർഡ് കൗൺസിലർ ബൈജു കുറ്റിക്കാടൻ, ലയൺ ലേഡി പ്രസിഡന്റ് ഫെനി എബിൻ, ക്ലബ് ട്രഷറർ എബിൻ വെള്ളാനിക്കാരൻ എന്നിവർ പങ്കെടുത്തു. ആ സമയത്ത് നമ്മൾ എങ്ങനെയാണ് കുട്ടിയെ സർവീസ് കൊടുക്കാൻ പറ്റുന്നത്, അതൊരു വലിയ ക്വസ്റ്റ്യൻ മാർക്കാണ്. ആ ഒരു ഏരിയയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് എനിക്ക് സ്വന്തമായിട്ട് മുന്നോട്ട് പോകാൻ തോന്നുന്നത്. അത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ICDS ഒരു പ്രസ്ഥാനം കുട്ടികൾക്ക് വേണ്ടി വളരെയധികം ഉപകാരം ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ അധികം കാണില്ല, ഇവിടെ എല്ലാവരും നിൽച്ചിട്ടുണ്ട്. പക്ഷെ ബീഹാറിലോ ഒറീസയിലോ മധ്യപ്രദേശിലോ പോയാൽ അവിടെ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ശരിക്കും കാണാം. അവിടെ കുട്ടികൾക്ക് ഭക്ഷണം കിട്ടുന്നത് തന്നെ വിഷമം. അവിടെ ഈ ഒരു അവസരം ഞങ്ങൾക്ക് തന്നതിന് ലയൺസ് ക്ലബിന് വളരെ നന്ദി പറയുന്നു. ഈ ഒരു റിലേഷൻഷിപ്പ് ഇനിയും തുടർന്ന് പോകാൻ ഞങ്ങളുടെ ഒരു വെസൽസിൻ്റെ ഒരു കിറ്റ് ഇന്ന് ഈ ഒരു അംഗൻവാടിക്ക് നമ്മൾ പ്രസൻറ്റ് ചെയ്തത്. ഇതിൻ്റെ ഒരു ആവശ്യകത പറഞ്ഞ് ഞാൻ ICDS സൂപ്പർവൈസറെ സമീപിച്ചപ്പോൾ ആവശ്യമുള്ള അംഗൻവാടികൾ, ഇനിയും ആവശ്യപ്പെട്ട അംഗൻവാടികളുണ്ട്. നമുക്ക് ഒരു കിറ്റ് നൽകാനുള്ള പ്രൊവിഷൻ ഇപ്പോഴുള്ളൂ. എന്നിരുന്നാലും ഞങ്ങളുടെ ലയൺസ് ക്ലബിൻ്റെ പ്രസിഡൻറ്റിൻ്റെ കൂടുതൽ ഫോക്കസ് ഈ ഒരു വർഷം എന്ന് പറയുന്നത് അംഗൻവാടി തന്നെയാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും മനസ്സിലായി കാണും, ഗോപിച്ചേട്ടൻ സംസാരിച്ചപ്പോൾ അംഗൻവാടിയും ചെറിയ കുട്ടികളെയും എത്രമാത്രം കെയർ ചെയ്യുന്നു. അവരുടെ ഒരു പ്രൊജക്റ്റാണ് ഇന്ന് അദ്ദേഹത്തിന് ഈ ഒരു കൊല്ലത്തെ അദ്ദേഹത്തിൻ്റെ വർക്കിൽ ഏറ്റവും കൂടുതൽ മനസ്സിലുള്ളത്. പൊതുപ്രവർത്തകനും ദീർഘകാലം വെള്ളിക്കുളങ്ങര സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റുമായിരുന്ന PV പൗലോസ് മാസ്റ്ററുടെ പേരിൽ സ്മൃതി സമിതിയും എക്കണോമിക്സ് കൊമേഴ്സ് മാനേജ്മെന്റ് നെറ്റ്വർക്കും സംയുക്തമായി ഏർപ്പെടുത്തിയിട്ടുള്ള 2025-2026 വർഷത്തെ അവാർഡുകൾ പ്രഖ്യാപിച്ചു. സാമൂഹ്യശ്രീ അവാർഡിന് തൂഫാൻ പദ്ധതിയുടെ സൃഷ്ടാവായ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല അർഹനായി. 40,001 രൂപയും പ്രശസ്തി പത്രവും ഫലകവും പൊന്നാടയും അടങ്ങുന്നതാണ് അവാർഡ്.
മാധ്യമശ്രീ അവാർഡിന് ദീപിക സീനിയർ സബ് എഡിറ്റർ സെബി മാളിയേക്കൽ, മലയാള മനോരമ കോർഡിനേറ്റിംഗ് എഡിറ്റർ ജീവൻ കുമാർ എന്നിവർ അർഹരായി. ഇരുവർക്കും 15,001 രൂപയും പ്രശസ്തി പത്രവും ഫലകവും പൊന്നാടയും അടങ്ങുന്നതാണ് അവാർഡ്. കഴിഞ്ഞ വർഷങ്ങളിലെ സൺഡേ ദീപികയിൽ കവർ സ്റ്റോറികളിലൂടെ തൃശൂർ ജില്ലക്കാരായ അനേകം പ്രതിഭകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നതിനാണ് സെബി മാളിയേക്കൽ അവാർഡിന് അർഹനായത്. സാമ്പത്തിക ശാസ്ത്ര ലേഖനങ്ങളെ ആധാരമാക്കിയാണ് ജീവൻ കുമാർ അവാർഡിന് അർഹനായത്. ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 2-ന് ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജിൽ ചേരുന്ന സ്മൃതി സമ്മേളനത്തിൽ രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ അവാർഡുകൾ സമ്മാനിക്കും. വെളൂക്കര ഗ്രാമപഞ്ചായത്തിന്റെയും തുമ്പൂർ സർവീസ് സഹകരണ ബാങ്കിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഞാറ്റുവേല ഉത്സവമേളം അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സഹകരണ ജോയിന്റ് രജിസ്ട്രാർ P. രാമചന്ദ്രൻ, വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വത്സല ബാബു, കൊറ്റനല്ലൂർ ഫാത്തിമ മാതാ ചർച്ച് വികാരി ഫാദർ വർഗീസ് ചാലിശ്ശേരി, ബാലൻ അമ്പാടത്ത് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഉജിത സുരേഷ്, ബിനോയ് ഐക്കരപ്പറമ്പിൽ, രമിത സുധീന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഗീത മനോജ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ പ്രസംഗിച്ചു. കോർഡിനേറ്റർ TS സജീവൻ മാസ്റ്റർ ആമുഖ പ്രഭാഷണം നടത്തി. സംഘാടക സമിതി കൺവീനർ ലാൽ വട്ടപ്പറമ്പിൽ സ്വാഗതവും ബാങ്ക് സെക്രട്ടറി KS മനോജ് നന്ദിയും പറഞ്ഞു. ഗ്രാമപഞ്ചായത്തിൻ്റെ ബഹുമാനിയായ പ്രസിഡന്റ് ശ്രീമതി ഷീജ ഉണ്ണികൃഷ്ണൻ ആമുഖ പ്രഭാഷണം നടത്തിയ സംഘാടക സമിതിയുടെ കോർഡിനേറ്റർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള T. സജീവൻ മാസ്റ്റർ, ആദരണീയായിട്ടുള്ള വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി വത്സല ബാബു, നമുക്ക് ഏവർക്കും ഏറെ ആദരണീയനും ബഹുമാനീയമായിട്ടുള്ള ഫാത്തിമ മാതാ ദേവാലയത്തിലെ വികാരിയായിട്ടുള്ള റവറൻഡ് ഫാദർ വർഗീസ് ചാലിശ്ശേരി അച്ഛൻ, വിശുദ്ധ വിതരണത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്ന ഏറെ ബഹുമാനീയമായിട്ടുള്ള ജോയിന്റ് രജിസ്ട്രാർ ജനറൽ തൃശൂർ ആദരണീയനായ ശ്രീ P. രാമചന്ദ്രൻ അവരുകൾ. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.